ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന നാട്ടുമ്പുറങ്ങളിലൊക്കെ സ്പെഷ്യൽ വിഭവമായ ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വറ്റൽമുളകും ചുവന്നുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചുടുന്നതിന് പകരമായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ടാനായിട്ട്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ചമ്മന്തി മാത്രം കൂട്ടി നമുക്ക് ചോറിന് അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് കല്ലയിലൊക്കെ അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഉള്ളിയും മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി അത് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് അതെല്ലാം ഒന്ന് അരച്ചെടുക്കാവേ. അതിന് വേണ്ടി ഞാൻ ആ വഴറ്റിയ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പീസ് ഇഞ്ചിയും ഒരു ശകലം വാളംപുളിയും ഒരു കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അതൊന്ന് അരച്ചെടുക്കുന്നത്. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. തേങ്ങയും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാവേ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ ഒരുമാതിരി കുഴഞ്ഞ് പരുവത്തിലിരിക്കുക. വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയും ടേസ്റ്റും ഉള്ളത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തി ഉണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ചോറിന് വേറെ കറിയൊന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ചമ്മന്തിയെ. അപ്പം ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. നല്ലപോലെ അത് ആ മിക്സിയുടെ ജാറിൽ നിന്ന് നല്ലപോലെ വടിച്ചെടുക്കുന്നുണ്ട്. ഒരു തുള്ളി പോലും വേസ്റ്റാക്കാതെ മൊത്തം എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ വെച്ച് ഉരുട്ടി വെച്ചിട്ട് ഇപ്പം തന്നെ വായിൽ കപ്പലോടി തുടങ്ങി. അത്രയ്ക്കും ഇതിൻ്റെ സ്മെല്ലൊക്കെ എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ചമ്മന്തി എല്ലാവർക്കും ഈ റെസിപ്പി അറിയാം എന്ന് വിചാരിക്കുന്നു. എന്നാലും ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ആവശ്യമുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മിക്കവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.